നമസ്കാരം. വീട് നിർമ്മാണത്തെക്കുറിച്ച് ഉൾക്കാഴ്ച പകർന്നു തരുന്ന കൂടുതൽ വിശേഷങ്ങളുമായി വാസ്തു പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി നിങ്ങളെ തേടിയെത്തുന്നു. സ്വാഗതം ഈ എപ്പിസോഡിന്റെ കാഴ്ചകളിലേക്ക്. നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളെല്ലാം ഇന്ന് അണുകുടുംബം എന്ന കാഴ്ചപ്പാടിലുള്ളവയാണ്. കുടുംബനാഥൻ, കുടുംബനാഥ, അവരുടെ ഒന്നോ രണ്ടോ കുട്ടികളും അടങ്ങുന്ന ചെറിയൊരു കുടുംബം. വീട് നിർമ്മാണത്തിന്റെ ചിലവ് അനുദിനം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം അണുകുടുംബങ്ങൾക്കായി 3000-4000 സ്ക്വയർ ഫീറ്റ് വലുപ്പം വരുന്ന വീട് നിർമ്മിക്കുക എന്നത് ഒരു പാഴ്ചെലവാണ്. ഒരു അണുകുടുംബത്തിന്റെ ആവശ്യത്തിന് യഥാർത്ഥത്തിൽ 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് വലുപ്പം വരുന്ന ചെറിയൊരു വീട് മതി. 3-4 കിടപ്പറകൾ മാത്രമുള്ള ചെറിയൊരു വീട്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിർമ്മിച്ച ചെറിയൊരു വീടാണ് വാസ്തുവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. വീട് നിർമ്മിക്കുന്നത് പൊങ്ങച്ചം കാണിക്കാനല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ വീട് ഒരു മാതൃകയാക്കാം. ഈ വീടിന്റെ ദൃശ്യങ്ങൾ കാണുക. കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ ഒരു വീടാണിത്. 10 സെന്റ് വിസ്തൃതിയുള്ള ഒരു പ്ലോട്ടിൽ 2160 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ നിർമ്മിച്ച മനോഹരമായൊരു ഇരുനില വീട്. മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയുടെ ബജറ്റിനനുസരിച്ച് നിർമ്മിക്കാൻ പറ്റിയ ആകർഷകമായൊരു ഹോം ഡിസൈനാണ് ഈ വീടിൻ്റേത്. ഭംഗിയേറിയ എക്സ്റ്റീരിയർ, ആകർഷകമാണ് ഇതിൻ്റെ അകമുറികളും. ഈ ലിവിംഗ് ഏരിയ, അതിനപ്പുറം ഒരുക്കിയ ഈ ഡൈനിങ് സ്പേസ്, ഈ മെയിൻ കിച്ചൺ, തൊട്ടപ്പുറത്തുള്ള വർക്കിംഗ് കിച്ചൺ, ഈ മാസ്റ്റർ ബെഡ്റൂം, ഈ കിഡ്സ് ബെഡ്റൂം, പിന്നെ അപ്സ്റ്റെയറിലൊരുക്കിയ ഈ ലിവിംഗ് സ്പേസ്, മുകൾ നിലയിലെ ഈ റൂഫിന് കീഴിലായി ഒരുക്കിയ ഈ ഗസ്റ്റ് ബെഡ്റൂം, ഈ മുകൾ നില ബാൽക്കണി, ഇത്രയുമാണ് ഈ വീട്ടിലെ പ്രധാന സൗകര്യങ്ങൾ. സ്പേഷ്യസ് ആയ ഈ കാർ പോർച്ച്, എൽ ഷേപ്പിൽ ഫ്രണ്ട് സൈഡിലുള്ള ഈ സിറ്റ് ഔട്ടിന്റെ തുടർച്ച പോലെ ഒരുക്കിയ ഈ പൂജാമുറി എന്നിവയും ഈ വീടിന്റെ ഭാഗം തന്നെ. ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് 3 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമാക്കി രൂപകൽപ്പന ചെയ്തൊരു വീടാണിത്. കരുനാഗപ്പള്ളിയിൽ വെറ്റിനറി സർജനായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ പി അജിത്തിന്റെ വീടാണിത്. ഡോക്ടർ അജിത്, ഭാര്യ ആരതി വിജയൻ, ഏക മകൾ ജാനകി അജിത് എന്നിവരാണ് ഈ വീട്ടിലെ താമസക്കാർ. 3 അംഗങ്ങൾ മാത്രമുള്ള ഒരു കുടുംബത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു വീടാണിത്. കൊച്ചിയിലെ വിന്റേജ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ ചാർട്ടേഡ് എഞ്ചിനീയറുമായ ശ്രീ ആർ ബിജുരാജാണ് ഡോക്ടർ അജിത്തിനും ഫാമിലിക്കുമായി ഈ വീടിന്റെ ഡിസൈൻ ഒരുക്കിയത്. ഡോക്ടർ അജിത്തിന്റെയും ഭാര്യ ആരതിയുടെയും റിലേറ്റീവ് കൂടിയാണ് ശ്രീ ബിജുരാജ്. വീടിന്റെ രൂപകൽപ്പനയ്ക്കായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ തന്നെ ഡോക്ടർ അജിത്തും ഭാര്യയും ഒരു തീരുമാനമെടുത്തിരുന്നു. കുറച്ചംഗങ്ങൾ മാത്രമുള്ള ഫാമിലി ആയതിനാൽ ചെറിയൊരു വീട് മതി തങ്ങൾക്കെന്ന്. അക്കാര്യം കണക്കിലെടുത്താണ് ശ്രീ ബിജുരാജ് ഇതിന്റെ ഡിസൈൻ ഒരുക്കിയത്. ഒരു വീട് നിർമ്മിക്കണമെന്നുള്ള ഐഡിയ ആദ്യം മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും റിലേറ്റീവായ ബിജുരാജ് ചേട്ടനെയാണ് ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ ആവശ്യം പറഞ്ഞു. ആവശ്യം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വീടെന്നുള്ളത് കവിഞ്ഞത് എല്ലാ സൗകര്യങ്ങളുമുള്ള അത്ര വലുതല്ലാത്ത ഒരു വീട് എന്നുള്ള ഒരു ഐഡിയയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയ വീട് വെച്ചാൽ ആകെ 2-3 പേരുള്ള ചെറിയൊരു ഫാമിലിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. മാത്രമല്ല ഇത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു കാരണമുണ്ട്. പിന്നെ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഉള്ളൊരു മിനിമൽ ഡിസൈൻ എന്നുള്ള ഇത് തന്നെയായിരുന്നു മനസ്സിൽ. അപ്പം അത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങനെ 2 പ്ലാനുകളാണ് തന്നത്. ഇതേ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ തന്നെ ഒന്ന് 3 ബെഡ്റൂമിൻ്റെയും ഒന്ന് 4 ബെഡ്റൂമിൻ്റെയും ഒരു പ്ലാനുകളാണ് തന്നത്. അപ്പോൾ ഞാനത് 3 ബെഡ്റൂം തന്നെയാണ് സെലക്ട് ചെയ്തത്. ഒരു പ്രാക്ടീസിംഗ് എഞ്ചിനീയർ എന്ന നിലയിൽ 1.5 ദശകത്തിലേറെ അനുഭവ സമ്പത്തുണ്ട് ശ്രീ ബിജുരാജിന്. കരിയറിലുടനീളം അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്
റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ ഡിസൈനിലാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അജിത്തിന്റെ ആവശ്യങ്ങൾ കൂട്ടിയിണക്കി ഈ വീടിന്റെ ഡിസൈൻ ഒരുക്കുവാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിച്ചു. ഒരു വീടെന്ന സങ്കല്പത്തോടുകൂടി ഡോക്ടർ അജിത്തിനെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഫാമിലിയാണ്. അദ്ദേഹവും വൈഫും കുഞ്ഞും ഉൾപ്പെടുന്ന ഒരു ചെറിയ ഫാമിലി. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു വീട് മതി, ലാളിത്യമുള്ളതായിരിക്കണം, അങ്ങനെയുള്ള വീടായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിനുണ്ടായിരുന്നത്. അങ്ങനെയാണ് 2165 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള 3 ബെഡ്റൂം വീട് അദ്ദേഹത്തിന് ഞാൻ ഡിസൈൻ ചെയ്ത് നൽകിയത്. 2160 സ്ക്വയർ ഫൂട്ടാണ് ഈ വീടിന്റെ വലിപ്പം. ആകെ വന്ന നിർമ്മാണ ചെലവ് 29 ലക്ഷം. ഇങ്ങനെ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിച്ച വീടാണെങ്കിലും ആകർഷകമായ എക്സ്റ്റീരിയർ ഫീച്ചറുകളും ഇതര സൗകര്യങ്ങളും ഒക്കെ നൽകിയാണ് ശ്രീ ബിജുരാജ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ആകർഷകമായ എക്സ്റ്റീരിയർ ഫീച്ചറുകളോട് കൂടിയ ഒരു വീടാണിത്. ഇരുനിലയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ വീടിൻ്റേത്. എക്സ്റ്റീരിയർ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകവും ഇരുനിലയുടെ ഗാംഭീര്യമാണ്. പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ച വീട്. സ്ലോപ്പിംഗ് സ്റ്റൈലിൽ കോൺക്രീറ്റ് റൂഫ് ഒരുക്കിയ ശേഷം അതിൽ ആഷ് കളറിലുള്ള മേച്ചിലോട് പതിച്ചതും എക്സ്റ്റീരിയറിനെ ആകർഷകമാക്കുന്നുണ്ട്. മുകൾ നിലയുടെ റൂഫ് ഒരു മുഖപ്പ് പോലെ ത്രികോണാകൃതി നൽകിയാണ് ഡിസൈൻ ചെയ്തത്. ചുമരിന് ഗ്രൂവ് വർക്കും നടത്തിയിട്ടുണ്ട്. മുകൾ നില ബാൽക്കണിക്ക് നൽകിയ പാരപ്പറ്റ് വർക്ക്, ബാൽക്കണിക്ക് മുകളിൽ നൽകിയ പെർഗോള പാറ്റേൺ, കാർപോർച്ചിലും വരാന്തയിലുമായുള്ള പില്ലറുകൾ എന്നിവയും എക്സ്റ്റീരിയർ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. സ്വന്തം രൂപകൽപ്പനയിൽ ഒരുക്കിയ ഹോം ഡിസൈനുകൾക്ക് വ്യത്യസ്തമായ എക്സ്റ്റീരിയർ ബ്യൂട്ടി നൽകുവാൻ ബിജുരാജ് ശ്രമിക്കാറുണ്ട്. ട്രഡീഷണൽ കേരള സ്റ്റൈൽ ഡിസൈൻ, വിക്ടോറിയൻ സ്റ്റൈൽ ഡിസൈൻ, തീർത്തും കണ്ടംപററിയായ ഡിസൈൻ എന്നിങ്ങനെ ബിജുരാജിന്റെ ഹോം ഡിസൈനുകളിൽ ഏറെ വൈവിധ്യം കാണാം. അവയൊക്കെ ഒരുക്കിയ പരിചയസമ്പന്നത ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിലും കാണാം. മിതമായ ബജറ്റിൽ ഒരുക്കിയിട്ടും ഇതിനാകർഷണീയത വരുത്തിയത് അങ്ങനെയാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് വേണമെന്നായിരുന്നു ഡോക്ടർ അജിത്തിൻ്റെ ആഗ്രഹം. അതിനനുസരിച്ച് കൊളോണിയൽ കണ്ടംപററി സ്റ്റൈലിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ അദ്ദേഹത്തിന് നൽകിയത്. അത് പൂർണ്ണമായിട്ട് ഒരു ലാളിത്യം കൊണ്ടുവരാൻ വേണ്ടി പൂർണ്ണമായിട്ടും വൈറ്റ് കളർ നൽകി, ഗ്രില്ലുകൾക്ക് മാത്രം ഗ്രേ കളർ നൽകി ഉള്ളൊരു വളരെ ലാളിത്യത്തോടു കൂടി ഡിസൈൻ വർക്കുകളൊക്കെ വളരെയധികം കുറച്ച് പാരപ്പറ്റുകൾക്ക് മാത്രം ഡിസൈൻ വർക്ക് നൽകി അങ്ങനെയുള്ളൊരു ലാളിത്യമുള്ളൊരു ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 10 സെന്റുള്ള പ്ലോട്ടിലാണ് ഈ വീട്. പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ ആകർഷകമായ കോമ്പൗണ്ട് വാളും ഗേറ്റും നൽകിയിട്ടുണ്ട്. ഗേറ്റിന് അഭിമുഖമായാണ് കാർ പോർച്ച്. കാർ പോർച്ചിൽ നിന്ന് എൻ്റർ ചെയ്യാവുന്ന വിധം ഫ്രണ്ട് സൈഡിലായി എൽ ഷേപ്പിൽ ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് വരാന്ത എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിന്റെ ഒരു ഭാഗത്തായി വീടിന്റെ മെയിൻ സ്ട്രക്ചറിന് വെളിയിലായാണ് ഇവിടെ പൂജാമുറി ഒരുക്കിയത്. ഒരൊറ്റ മുറിയായി തന്നെ രൂപകൽപ്പന ചെയ്ത പൂജാമുറി. കാർ പോർച്ചിനരികിലായി സിറ്റ് ഔട്ടിനോട് ചേർന്നാണ് വീട്ടിലേക്കുള്ള എൻട്രി ഡോർ. ടീക്ക് വുഡിൽ നിർമ്മിച്ച ഇരുപാളിയിലുള്ള കതക്. അത് തുറക്കുന്നത് നീണ്ട ഒരു ഫോയറിലേക്കാണ്. ഈ ഫോയറിന്റെ വലതുഭാഗത്തായി ഫോമൽ ലിവിംഗ് സ്പേസ് ആണ്. ബ്ലാക്ക് കളർ സോഫ സെറ്റുകൾ കൊണ്ട് ഇരിപ്പിടമൊരുക്കിയ ഒരു ലിവിംഗ് ഏരിയ. മധ്യത്തിൽ നല്ലൊരു ടീപോയ്. TV കാണുവാനുള്ള സൗകര്യമൊരുക്കിയതും ഇവിടെയാണ്. ഡ്രൈ പ്ലാന്റ് പോലെയുള്ള ക്യൂരിയോസുകൾ, വർണ്ണഭംഗിയാർന്ന ജാലകവിരികൾ, മുറിച്ചുമരിന് നൽകിയ നിറച്ചാർത്ത് എന്നിവയും ഈ മുറിയെ സുന്ദരമാക്കുന്നുണ്ട്. സാധാരണ ഇതുപോലുള്ള ചെറിയ വീടുകളിൽ ഡ്രോയിങ്ങും ഡൈനിങ്ങും സാധാരണ ഒന്നിച്ചൊരു ഹാളായിട്ട് ഇടുന്ന ഒരു രീതിയാണുള്ളത്. കാരണം ഏരിയ കൺസ്ട്രെയിൻ ഉണ്ടായതുകൊണ്ട് ഏരിയ കുറയ്ക്കാൻ വേണ്ടി. ഈ വീട്ടിൽ അത് ഒന്നിച്ചല്ല ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊരു ഭിത്തി നൽകി അത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. അതിന് കാരണം ഇത് ഫോമൽ ലിവിങ് ആണെങ്കിൽ തന്നെ ഫാമിലി ലിവിങ്ങുമായിട്ടോടും ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ TV ഒക്കെ ഈ ഫോമൽ ലിവിങ്ങിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലൊരു ഭിത്തി വന്നതുകൊണ്ട് തന്നെ ഡൈനിങ് സ്പേസ് യൂസ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിന് വളരെയധികം
ഒരു പ്രൈവസി ലഭിക്കുന്നുണ്ട്. കാഴ്ചയിൽ ഒരു ഓപ്പൺ സ്റ്റൈൽ ഡിസൈനാണ് ഈ ലിവിംഗ് റൂമിൻ്റേത്. പക്ഷേ ചെറിയൊരു പ്രൈവസി കൂടി ഉറപ്പുവരുത്തുവാൻ ഇതിന്റെ വാൾ ഡിസൈൻ വഴി ശ്രമിച്ചിട്ടുണ്ട്. ഈ ചുമരിന് തൊട്ടിപ്പുറം ഡൈനിങ് റൂമാണ്. പക്ഷേ ഡൈനിങ് ടേബിൾ സജ്ജീകരിച്ചിടത്തേക്ക് നോട്ടം കിട്ടാത്ത വിധത്തിലാണ് ലിവിംഗ് ഏരിയ ഫർണിഷിംഗ്. കോമ്പാക്റ്റായ ഒരു ഫർണിഷിംഗ് പാറ്റേൺ ആണ് ഡൈനിങ്ങിൽ. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിലാണ് കിച്ചന്റെ സ്ഥാനം. മാസ്റ്റർ ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം, അപ്സ്റ്റെയർ എന്നിവിടങ്ങളിലേക്കുള്ള എൻട്രിയും ഡൈനിങ്ങിൽ നിന്നാണ്. നല്ല പ്രൈവസിയുള്ള ഇടമാണ് ഇവിടുത്തെ കിച്ചൺ. മെയിൻ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിവ നൽകിയുള്ള രൂപകൽപ്പന. മിനിമലിസ്റ്റ് കോൺസെപ്റ്റിൽ ക്യാബിൻ വർക്കുകൾ നൽകിയാണ് അടുക്കള ഒരുക്കിയത്. യൂസർ ഫ്രണ്ട്ലിയായ ഒരു മോഡേൺ കിച്ചൺ എന്ന് പറയാം ഇവിടുത്തെ അടുക്കളയെ. ഇതൊരു 3 ബെഡ് ഹൗസ് ആണ്. അതിൽ 2 കിടപ്പറയും നൽകിയത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ മാസ്റ്റർ ബെഡ്റൂം, ഈ കിഡ്സ് ബെഡ്റൂം എന്നിവയാണവ. 2160 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്ടിൽ വേണമെങ്കിൽ 4 കിടപ്പുമുറികളാകാം. പക്ഷേ 3 എണ്ണമേ വേണ്ടൂ എന്നത് ഡോക്ടർ അജിത്തിന്റെ ആവശ്യമായിരുന്നു. 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 2 പ്ലാനുകളിൽ 3 ബെഡ്റൂമിൻ്റെയും 4 ബെഡ്റൂമിൻ്റെയും പ്ലാനുകളായിരുന്നു. അപ്പം ആ 3 ബെഡ്റൂമിൻ്റെ പ്ലാൻ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു ഫാമിലി, അപ്പം 3 ബെഡ്റൂം തന്നെ ധാരാളമാണ്. ഒരു 2 ബെഡ്റൂം ഫാമിലി മെമ്പേഴ്സിനും 1 ബെഡ്റൂം ഗസ്റ്റിനുമായിട്ട് മാറ്റി വെക്കാൻ സാധിക്കും. അതുകൊണ്ടുണ്ടായ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിയത് ബെഡ്റൂംസ് കുറച്ച് വലുതായി കിട്ടി. ബെഡ്റൂംസ് അതുപോലെയുള്ള ബാത്റൂംസ്, മറ്റു മുറികൾ, ഡൈനിങ് ഏരിയ, ഡ്രോയിങ് ഏരിയ ഇതുമെല്ലാം കുറച്ച് വലുതാക്കി നമുക്ക് വലിയ കൺസ്ട്രെയിൻസ് ഇല്ലാതെ വലുതാക്കാൻ പറ്റിയിട്ടുണ്ട്. വീടിന്റെ മുറികൾക്ക് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്ന സ്ഥാനം തന്നെ വേണമെന്നതും ഡോക്ടർ അജിത്തിന്റെ ആവശ്യമായിരുന്നു. അതനുസരിച്ച് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം നൽകിയാണ് ഇതിന്റെ ഡിസൈൻ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. സ്പേഷ്യസ് ആയി തന്നെ ഒരുക്കിയ മുറി, വാർഡ്രോബ്, ബാത്ത് അറ്റാച്ച്ഡ് ഫെസിലിറ്റി, നല്ല കർട്ടനുകൾ എന്നിവയൊക്കെ നൽകിയാണ് ഈ കിടപ്പറ ഒരുക്കിയത്. ഈ വീട് 2165 സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിൽ തന്നെ എല്ലാ മുറികൾക്കും ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബെഡ്റൂമുകൾക്ക് താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം, ഒരു കിഡ്സ് ബെഡ്റൂം, അതുപോലെ തന്നെ മുകളിൽ 1 ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഒരുപക്ഷെ ഈ 2165 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം നൽകാമെങ്കിൽ തന്നെ അതിന് വലുപ്പം ഒരുപാട് കുറയുന്നതുകൊണ്ട് തന്നെ 3 ബെഡ്റൂമിലേക്ക് ചുരുക്കുകയായിരുന്നു. ഇതിൽ തന്നെ മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് തെക്കൻ കാറ്റ് ലഭിക്കത്തക്ക രീതിയിൽ, അത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ലഭിക്കത്തക്ക രീതിയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് മാസ്റ്റർ ബെഡ്റൂമിന് അനുയോജ്യമായ ഒരു പൊസിഷൻ. അതിനനുസരിച്ച് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂമാണ് ഇത്. ലോ പാറ്റേണിലുള്ള കട്ടിൽ, കുട്ടിത്തം തോന്നിപ്പിക്കുന്ന ഫർണിഷിംഗ് പാറ്റേൺ, പാവക്കൂട്ടങ്ങളുടെ ശേഖരം. ഈ മുറി എല്ലാ അർത്ഥത്തിലും ഒരു കുഞ്ഞിനെ ആകർഷിക്കും വിധമാണ് ഒരുക്കിയത്. ബാത്ത് അറ്റാച്ച്ഡ് ഫെസിലിറ്റിയുമുണ്ട്. ഡൈനിങ് ടേബിളിനരികിൽ നിന്നാണ് ഇവിടുത്തെ അപ്സ്റ്റെയറിലേക്കുള്ള എൻട്രി. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽസോട് കൂടിയുള്ള സ്റ്റെയർ കേസ്. അത് കയറിയെത്തുന്നിടം ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു അരികെ ചേർന്ന് ഒരു കിടപ്പറയാണ്. എക്സ്റ്റീരിയർ വ്യൂവിൽ ഈ ഉയർന്നു കാണുന്ന റൂഫിന് താഴെയാണ് ഈ കിടപ്പറ. ഗസ്റ്റ് ബെഡ്റൂം. ഭംഗിയേറിയ ഫർണിഷിങ്ങോട് കൂടി ഒരുക്കിയതാണ് ഈ കിടപ്പറ. വീടിന്റെ ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഈ ബാൽക്കണിയും ഈ വീടിന്റെ സൗകര്യങ്ങളിൽപ്പെടും. മിനിമലിസ്റ്റ് കോൺസെപ്റ്റിലാണ് ഈ വീടിന്റെ ഫർണിഷിംഗ്. ഫിക്സ്ഡ് ആയതോ മൂവബിൾ ആയതോ ആയ ഫർണിച്ചറുകൾ, മിതമായി മാത്രം നൽകിയ മുറികൾ, അത് ഈ വീടിനെ ആകർഷകമാക്കുന്നുണ്ട്.
ഒപ്പം ഫർണിഷിംഗിന്റെ പേരിലുള്ള അനാവശ്യ ചെലവും ഒഴിവാക്കാനായി. വീട്ടംഗങ്ങൾ എത്ര പേരുണ്ടോ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു വീട്. സൗപർണിക എന്ന ഈ വീട് ശ്രദ്ധേയമാകുന്നത് ഡിസൈനിലും കൺസ്ട്രക്ഷനിലും സ്വീകരിച്ച ആ സമീപനം വഴിയാണ്. ആ അർത്ഥത്തിൽ മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിക്ക് യോജിക്കുന്ന നല്ലൊരു മാതൃകയാണ് ഈ വീടിൻ്റേത്.